RRB NTPC JEE എക്സാംസിന് വേണ്ടിയുള്ള എക്സ്പ്രസ് 2.0 എന്ന പേരിലുള്ള ദിശ അക്കാഡമിയുടെ ക്ലാസ് സീരീസിൻ്റെ ഭാഗമായിട്ട് കെമിസ്ട്രിയുടെ രണ്ടാമത്തെ ക്ലാസ്സാണ് നമ്മൾ ഇന്ന് പോകുന്നത്. അപ്പോൾ കെമിസ്ട്രിയുടെ ഒന്നാമത്തെ ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും ക്ലാസ് നമ്പർ 1 കാണുക. ആ ഒരു ക്ലാസ്സിൽ നമ്മൾ പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്ന ടോപ്പിക്ക് സ്റ്റാർട്ട് ചെയ്ത് വെച്ചാണ്. പീരിയോഡിക് ടേബിളിൻ്റെ ഹിസ്റ്ററിയാണ് അവിടെ പഠിച്ചത്. അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് ആ പീരിയോഡിക് ടേബിളിലേക്ക് നമ്മൾ കിടക്കാൻ പോവുകയാണ്. അപ്പോൾ RRB NTPCയുടെ നോട്ടിഫിക്കേഷനൊക്കെ വന്നു. ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിൻ്റെ നോട്ടിഫിക്കേഷനും അപ്ലൈ ചെയ്യുന്നതുമായിട്ട് പറഞ്ഞ സംശയങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ ഒരുപാട് വീഡിയോസ് വരുന്നുണ്ട്. ആ വീഡിയോസൊക്കെ കണ്ട് ഇതിനെപ്പറ്റി ഒരു അവയർനെസ് ഉണ്ടാക്കിയിട്ട് നിങ്ങളെല്ലാവരും പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ അതിൻ്റെ പാരലി തന്നെ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് കൊടുക്കേണ്ട വളരെ ആവശ്യമാണ്. ജസ്റ്റ് ഇങ്ങനെയുള്ള അവയർനെസ് വീഡിയോസ് മാത്രം പോരാ, നമ്മുടെ കണ്ടൻറ്റ് അപ്ഡേറ്റ് ചെയ്യുകയും വേണം. സോ അതിനുവേണ്ടി നിങ്ങൾക്ക് തരുന്ന ക്ലാസ് സീരീസുകളാണ് ഇത്. റെഗുലറായിട്ട് ഫോളോ ചെയ്യുക. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ ഒരു ക്ലാസ് സീരീസുകൾ എത്തിക്കുക. അപ്പം രണ്ടാമത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ പീരിയോഡിക് ടേബിളിലേക്കുള്ള ഇൻട്രൊഡക്ഷനാണ്. പീരിയോഡിക് ടേബിളിൻ്റെ ഹിസ്റ്ററിയാണ് നമ്മൾ പഠിച്ചത്. ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചു തീർത്ത കാര്യങ്ങൾ ഓർക്കുന്നുണ്ടോ? നമ്മൾ ഹെൻറി മോസ്ലി വരെ പഠിച്ചു തീർത്തു. ഡിഫറെൻറ്റ് സയൻറ്റിസ്റ്റുകൾ, ഇതൊക്കെയാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സുകളിൽ പഠിച്ചത്. ഓരോ സയൻറ്റിസ്റ്റുകൾ അവർക്ക് പീരിയോഡിക് ടേബിളുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പീരിയോഡിക് അറേഞ്ച്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ കോൺട്രിബ്യൂഷൻ വരെ നമ്മൾ പഠിച്ച് വന്നിരുന്നതായിരുന്നു അല്ലേ? ഓർക്കുന്നുണ്ടോ? ക്ലാസ് നമ്പർ 1 കണ്ടവർ അത് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഓർക്കുന്നുണ്ടാവും. നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അതിൻ്റെ സെക്കൻഡ് പാർട്ട് ക്ലാസ്സാണ് നമ്മൾ ഇന്ന് പോകുന്നത് കേട്ടോ. അപ്പോൾ ലാസ്റ്റ് നമ്മൾ പറഞ്ഞു തീർത്തത് ഹെൻറി മോസ്ലിയെ പറ്റിയാണ്. ഫാദർ ഓഫ് പീരിയോഡിക് ടേബിൾ എന്നറിയപ്പെടുന്ന ഹെൻറി മോസ്ലിയെ പറ്റി പറഞ്ഞാണ് നമ്മൾ ലാസ്റ്റ് സെഷൻ വൈൻഡപ്പ് ചെയ്തത്. ഇനി ക്ലാസ് നമ്പർ 2 ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇതിൻ്റെ കണ്ടിന്യൂഷൻ പഠിക്കാൻ പോകുന്നത്. ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ടല്ല, നമ്മൾ പീരിയോഡിക് ടേബിളിലേക്ക് കിടക്കാൻ പോകുന്നത്. പീരിയോഡിക് ടേബിളിൻ്റെ സ്ട്രക്ചറിലേക്ക് നമ്മൾ ആക്ച്വലി കിടക്കാൻ പോവുകയാണ്. പീരിയോഡിക് ടേബിളിൻ്റെ അറേഞ്ച്മെൻറ്റിലേക്ക് കിടക്കാൻ പോവുകയാണ്. ഇത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് നമ്മുടെ മോഡേൺ പീരിയോഡിക് ടേബിൾ എന്ന് പറയും. നമ്മളിപ്പോൾ ഫോളോ ചെയ്യുന്ന മോഡേൺ പീരിയോഡിക് ടേബിളിൻ്റെ ഒരു പിക്ചറാണ് നിങ്ങളിവിടെ കാണുന്നത്. അപ്പോൾ ഇങ്ങനെ ഡിഫറെൻറ്റ് കളേഴ്സിൽ ഒരു ടാബുലാർ ഫോമിലാണ് എലമെൻറ്റുകളെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്ന ടേബിളിൽ തന്നെ ആദ്യത്തെ ഫസ്റ്റ് എലമെൻ്റായ ഹൈഡ്രജൻ, ഇവിടെയാണ് ഒന്നാമത്തെ എലമെൻ്റായ ഹൈഡ്രജൻ ഇരിക്കുന്നത്. രണ്ടാമത്തെ എലമെൻ്റായ ഹീലിയം എന്ന് പറയുന്നത് അതേ റോയിൽ തന്നെയാണ്. ആ ഒരു റോ ഫില്ലായപ്പം അടുത്ത റോയിൽ മൂന്നാമത്തെ എലമെൻറ്റ് അടുത്ത റോയിൽ, ഇവിടെ തേർഡ് റോയിലെ എലമെൻറ്റ്, ഇവിടെ ഫോർത്ത് എലമെൻറ്റ്, അഞ്ചാമത്തെ എലമെൻറ്റ്, ആറാമത്തെ എലമെൻറ്റ്, അങ്ങനെ 118ാമത്തെ എലമെൻറ്റിൻ്റെ പൊസിഷനാണ് ഏറ്റവും താഴെയായിട്ട് വെച്ചിരിക്കുന്നത്. 118ാമത്തെ എലമെൻറ്റ് ഒന്നാമത്തെ എലമെൻറ്റായ ഹൈഡ്രജനിൽ സ്റ്റാർട്ട് ചെയ്ത് 118ാമത്തെ എലമെൻറ്റായ ഓർഗാനസണിൽ വന്ന് നിൽക്കുന്നു. ഫസ്റ്റ് എലമെൻറ്റായ ഹൈഡ്രജനിൽ സ്റ്റാർട്ട് ചെയ്തു, 118ാമത്തെ എലമെൻറ്റായ ഓർഗാനസണിൽ വന്ന് നിൽക്കുന്ന അറേഞ്ച്മെൻ്റ് ആണ് നിങ്ങളിവിടെ കാണുന്നത്. എലമെൻറ്റുകളുടെ അറേഞ്ച്മെൻ്റ് ആണ് കാണുന്നത്. ഇനിയും സെക്കൻഡ്, അതിന് തൊട്ട് താഴെയായിട്ട് 2 റോ ഓഫ് എലമെൻറ്റ്സ് കാണുന്നു. അത് കാണുന്നത് 118ാമത്തെ എലമെൻറ്റ് കഴിഞ്ഞിട്ട് വരുന്ന എലമെൻറ്റ്സ് അല്ല, പകരം 6ാമത്തെ റോയുടെയും 7ാമത്തെ റോയുടെയും എക്സ്റ്റൻഷനാണ്. സെപ്പറേറ്റ്ലി എടുത്ത് താഴോട്ട് വെച്ചിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതൊരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഉണ്ടാവേണ്ട. 118 കഴിഞ്ഞിട്ട് എലമെൻറ്റ്സ് ഉണ്ടല്ലോ എന്നല്ല കാണേണ്ടത്. ഇവിടെ മുതലുള്ള എലമെൻറ്റ്സ്, ഇവിടെ വരേണ്ട എലമെൻറ്റ്സ് ആണ്. അത് സെപ്പറേറ്റ്ലി എടുത്ത് താഴോട്ട് വെച്ചിരിക്കുന്ന, അതായത് 6ാമത്തെ റോയിലെയും 7ാമത്തെ റോയുടെയും എക്സ്റ്റൻഷൻ ആയിട്ട് വരുന്ന 2 റോ ഓഫ് എലമെൻറ്റ്സ് ആണ് ഇവിടെ നിങ്ങൾ ഏറ്റവും താഴെ കാണുന്ന 2 റോ ഓഫ് എലമെൻറ്റ്സ്. സോ ഇങ്ങനെ 118 എലമെൻറ്റ്സിനെ നമ്മുടെ പീരിയോഡിക് ടേബിളിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പീരിയോഡിക് ടേബിളിലുള്ള കുറച്ച് ബേസിക് ടേമുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പീരിയോഡിക് ടേബിളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് ബേസിക് ടേമുകളാണ് പറയാൻ പോകുന്നത്. ഒന്ന്, പീരിയോഡിക് ടേബിളിൽ വെർട്ടിക്കലി ഇങ്ങനെയുള്ള കോളംസ് ഉണ്ടല്ലേ, വെർട്ടിക്കൽ കോളംസ് ഉണ്ട്. വെർട്ടിക്കൽ കോളംസ് എന്ന് നമ്മൾ പറയും. വെർട്ടിക്കൽ കോളംസ്, ഇങ്ങനെയുള്ള വെർട്ടിക്കൽ കോളം 1, 2, 3 ഇങ്ങനെ വെർട്ടിക്കൽ കോളംസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗ്രൂപ്പുകൾ എന്നാണ് നമ്മൾ പീരിയോഡിക് ടേബിളിലുള്ള വെർട്ടിക്കൽ കോളംസിനെ വിളിക്കുന്നത്. ക്ലിയർ ആണോ? വെർട്ടിക്കൽ കോളംസിനെ വിളിക്കുന്ന പേര് ഗ്രൂപ്പുകൾ എന്നാണ്. അതേസമയം ഹൊറിസോണ്ടലി ഉള്ള റോസിനെ വിളിക്കുന്ന പേരാണ് പീരീഡ്സ്. അതായത് ഇത് റോ 1, ഒന്നാമത്തെ റോയാണ്. ഇത് രണ്ടാമത്തെ റോ, മൂന്നാമത്തെ റോ, നാലാമത്തെ റോ, അഞ്ചാമത്തെ റോ, ആറാമത്തെ റോ, ഏഴാമത്തെ റോ, ഇങ്ങനെ 7 റോസ് അല്ലെങ്കിൽ 7 പീരീഡുകളാണ് പീരിയോഡിക് ടേബിളിലുള്ളത്. അങ്ങനെ ചോദ്യം ചോദിക്കാം, നമ്പർ ഓഫ് പീരീഡ്സ് ഇൻ ദ പീരിയോഡിക് ടേബിൾ എന്ന് ചോദിച്ചാൽ ദർ ആർ 7 പീരീഡ്സ്. ഇനി വെർട്ടിക്കൽ കോളംസിനെ വിളിക്കുന്ന പേര്, ഇങ്ങനെയുള്ള ഒരു കോളം ഉണ്ട്, രണ്ടാമത്തെ കോളം, മൂന്നാമത്തെ കോളം, 4, 5, 6, 7, 8, 10, 12, 13, 14, 15, 16, 17, 18 വെർട്ടിക്കൽ കോളംസും ഉണ്ട്. അപ്പം അതിനെ വിളിക്കുന്ന പേര് ഗ്രൂപ്പ്സ്. അപ്പം ഗ്രൂപ്പിൻ്റെ എണ്ണം ചോദിച്ചാൽ 18. നമ്മുടെ പീരിയോഡിക് ടേബിളിൽ
18 ഗ്രൂപ്പുകളും 7 പിരീഡുകളുമാണ് ഉള്ളത് എന്നുള്ള നമ്പർ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. അപ്പം വെർട്ടിക്കലി ഉള്ള കോളംസിനെ വിളിക്കുന്ന പേരെന്താണ്? ഗ്രൂപ്പുകൾ എന്നാണ് വിളിക്കുന്നത്. ഹൊറിസോണ്ടലി ഉള്ള റോസിനെ വിളിക്കുന്ന പേര് പീരീഡ്സ് എന്നാണ്. ഗ്രൂപ്പുകളുടെ എണ്ണം 18ഉം പിരീഡുകളുടെ എണ്ണം 7ഉമാണ്. ഈ നമ്പർ ഒന്ന് ജസ്റ്റ് ഓർത്ത് വെച്ചോളുക. ഇനി ഗ്രൂപ്പുകളും പിരീഡുകളും കൂടാതെ പീരിയോഡിക് ടേബിളിനെ ബ്ലോക്കുകളായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. എന്താണ് ബ്ലോക്സ്? എന്ന് വെച്ചാൽ ഇതിനകത്തുള്ള എലമെന്റ്സിനെ എല്ലാം 4 ബ്ലോക്കുകളായിട്ട് തിരിക്കുന്നു. 4 ബ്ലോക്കുകൾ ഏതൊക്കെയാണ് ബ്ലോക്ക് എന്ന് വെച്ചാൽ എസ് ബ്ലോക്ക്, പി ബ്ലോക്ക്, ഡി ബ്ലോക്ക്, എഫ് ബ്ലോക്ക്. ഈ ടേംസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷനുമായിട്ട് ബന്ധപ്പെട്ട ടേമുകളാണ് എസ്, പി, ഡി, എഫ്. അതുകൊണ്ടാണ് ബ്ലോക്കുകൾക്ക് ആ നെയിം കൊടുത്തിരിക്കുന്നത്. അപ്പം 4 ബ്ലോക്കുകൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? 4 ബ്ലോക്ക്. ഒന്നാമത്തെ ഗ്രൂപ്പിലെയും രണ്ടാമത്തെ ഗ്രൂപ്പിലെയും ഇത്രയും എലമെന്റ്സ് ചേരുന്നതാണ് ബ്ലോക്ക് എസ്. എസ് ബ്ലോക്ക് എലമെന്റ്സ് എന്നറിയപ്പെടുന്നു. ഗ്രൂപ്പ് 1 ആൻഡ് ഗ്രൂപ്പ് 2 എലമെന്റ്സ്, ഒന്നാമത്തെ ഗ്രൂപ്പ് എലമെന്റ്സിനെയും രണ്ടാമത്തെ ഗ്രൂപ്പ് എലമെന്റ്സിനെയും ചേർത്ത് വിളിക്കുന്ന പേരാണ് എന്ത് പേര്? എസ് ബ്ലോക്ക് എലമെന്റ്സ് എന്നറിയപ്പെടുന്നു. ഇനി പി ബ്ലോക്ക് എന്ന് പറയുന്നത് ഈ 13ാമത്തെ ഗ്രൂപ്പ് മുതൽ 18ാമത്തെ ഗ്രൂപ്പ് വരെ, ഇത്രയും വരുന്നുണ്ടല്ലോ, 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പ് എലമെന്റ്സിനെ ചേർത്ത് വിളിക്കുന്ന പേരാണ്. 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പ് എലമെന്റ്സിനെ വിളിക്കുന്ന പേരാണ് പി ബ്ലോക്ക് എലമെന്റ്സ്. പി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് വിളിക്കുന്നു. 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പ് എലമെന്റ്സിനെ പി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് വിളിക്കുന്നു. ഇതിനുശേഷം 3ാമത്തെ ഗ്രൂപ്പ് മുതൽ 12ാമത്തെ ഗ്രൂപ്പ് വരെയുള്ള എലമെന്റ്സിനെ ചേർത്ത് വിളിക്കുന്ന പേരാണ് ഡി ബ്ലോക്ക് എലമെന്റ്സ്. ഡി ബ്ലോക്ക് എലമെന്റ്സ് ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോൾ എസ് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് 1ഉം ഗ്രൂപ്പ് 2ഉം, പി ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് 13 മുതൽ 18 വരെ, ഡി ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് 3 മുതൽ 12 വരെ. ഇനി ഏറ്റവും താഴെ സെപ്പറേറ്റ്ലി വെച്ചിരിക്കുന്ന 2 റോ ഓഫ് എലമെന്റ്സിനെ വിളിക്കുന്ന പേരാണ് എഫ് ബ്ലോക്ക് എലമെന്റ്സ്. എഫ് ബ്ലോക്ക് എലമെന്റ്സ്, എഫ് ബ്ലോക്ക് എന്നറിയപ്പെടുന്നു. ഇതിനകത്ത് തന്നെ ആദ്യത്തെ റോയെ വിളിക്കുന്ന പേരാണ് ലാന്തനൈഡ്സ്. LANTHANIDES. ലാന്തനൈഡുകൾ എന്നറിയപ്പെടുന്ന ഗ്രൂപ്പാണ് ഇതിനകത്ത് ആദ്യത്തെ റോ എന്ന് പറയും. ഗ്രൂപ്പല്ല, ആദ്യത്തെ റോ എന്ന് പറയുന്നത്. അതുപോലെ രണ്ടാമത്തെ റോ എലമെന്റ്സിനെ അറിയപ്പെടുന്ന പേരാണ് ആക്റ്റിനൈഡുകൾ. ലാന്തനൈഡുകളും ആക്റ്റിനൈഡുകളും ചേരുന്നതാണ് എഫ് ബ്ലോക്ക് എലമെന്റ്സ്. ഇതാണ് നമ്മുടെ പീരിയോഡിക് ടേബിളിലുള്ള ഓവറോൾ അറേഞ്ച്മെന്റ്. ഇത് നിങ്ങൾക്ക് ക്ലിയർ ആകുന്നുണ്ടോ? ഇത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. കാരണം പലതരത്തിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ ചോദിക്കാം. ഞാൻ ഒന്നുകൂടെ പറയട്ടെ, ശ്രദ്ധിച്ചോളുക. പീരിയോഡിക് ടേബിളിലുള്ള വെർട്ടിക്കൽ കോളംസിനെ വിളിക്കുന്ന പേരാണ് ഗ്രൂപ്പുകൾ. ഹൊറിസോണ്ടൽ റോസിനെ, ഇങ്ങനെയുള്ള റോസിനെ വിളിക്കുന്ന പേരാണ് പിരീഡുകൾ. പീരിയോഡിക് ടേബിളിലുള്ള വെർട്ടിക്കൽ കോളംസ് ആയ ഗ്രൂപ്പുകളുടെ എണ്ണം എത്രയാണ്? 18. അതുപോലെ പിരീഡുകളുടെ എണ്ണം 7. ഇനി ബ്ലോക്കുകളുടെ എണ്ണം ചോദിച്ചാൽ ബ്ലോക്കുകൾ എത്രയാണ്? There are 4 blocks. 4 ബ്ലോക്കുകളാണ് നമ്മുടെ പീരിയോഡിക് ടേബിളിലുള്ളത്. ഏതൊക്കെയാണ് ആ ബ്ലോക്കുകൾ? എസ് ബ്ലോക്ക്, പി ബ്ലോക്ക്, ഡി ബ്ലോക്ക്, എഫ് ബ്ലോക്ക്. അതിൽ എസ് ബ്ലോക്ക് എന്ന് പറയുന്നത് ഒന്നാമത്തെ ഗ്രൂപ്പും രണ്ടാമത്തെ ഗ്രൂപ്പും അടങ്ങുന്ന ഇത്രയും ഭാഗം, ഇതിനെയാണ് നമ്മൾ എസ് ബ്ലോക്ക് എന്ന് പറയുന്നത്. എസ് ബ്ലോക്ക്. ഇനി പി ബ്ലോക്ക് എന്ന് പറയുന്നത് ഗ്രൂപ്പ് 13 മുതൽ ഗ്രൂപ്പ് 18 വരെയുള്ള ഈ ഭാഗത്തെ, 13 മുതൽ 18 വരെയുള്ള ഈ ഭാഗത്തെ വിളിക്കുന്ന പേരാണ് പി ബ്ലോക്ക് എലമെന്റ്സ്. പി ബ്ലോക്ക് എലമെന്റ്സ്. ഇതിനുശേഷം 3ാമത്തെ ഗ്രൂപ്പ് മുതൽ 12ാമത്തെ ഗ്രൂപ്പ് വരെയുള്ള ഇത്രയും ഭാഗത്തെ ചേർത്ത് വിളിക്കുന്ന പേരാണ് ഡി ബ്ലോക്ക് എലമെന്റ്സ്. ഡി ബ്ലോക്ക് എലമെന്റ്സ്. ഇനി ഏറ്റവും താഴെ സെപ്പറേറ്റ്ലി വെച്ചിരിക്കുന്ന 2 റോ ഓഫ് എലമെന്റ്സിനെ വിളിക്കുന്ന പേരാണ് എഫ് ബ്ലോക്ക് എലമെന്റ്സ്. എഫ് ബ്ലോക്ക് എലമെന്റ്സ്. എഫ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയുന്നത് 2 റോ ഓഫ് എലമെന്റ്സ് ആണെന്ന് പറഞ്ഞു. അതിൽ ആദ്യത്തെ റോയെ വിളിക്കുന്ന പേര് ലാന്തനൈഡ്സ് എന്നും രണ്ടാമത്തെ റോയെ വിളിക്കുന്ന പേര് ആക്റ്റിനൈഡുകൾ എന്നും ആണ്. ലാന്തനൈഡുകളും ആക്റ്റിനൈഡുകളും ചേരുന്നതാണ് എഫ് ബ്ലോക്ക് എലമെന്റ്സ്. ക്ലിയർ ആണോ? ഈ പറഞ്ഞ കാര്യങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് പഠിച്ചു വെച്ചോളൂ. സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്, വലിയ കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാക്കാനില്ല. പക്ഷെ തിരിഞ്ഞു പോകാതെ പഠിച്ചോളൂ. അപ്പോൾ ഈ ചോദ്യങ്ങളുടെ ഉത്തരം നിങ്ങൾ തന്നെ പറഞ്ഞേ. പീരിയോഡിക് ടേബിളിലുള്ള ഹൊറിസോണ്ടൽ റോസിനെ വിളിക്കുന്ന പേര് എന്താണ്? ഹൊറിസോണ്ടൽ റോസിനെ വിളിക്കുന്ന പേരാണ് പീരീഡ്സ്. പീരീഡുകളുടെ എണ്ണം എത്ര? 7. കറക്റ്റ്. ഓക്കെ. വെർട്ടിക്കൽ കോളംസിനെ വിളിക്കുന്ന പേര് എന്താണ്? ഗ്രൂപ്പുകളുടെ എണ്ണം എത്ര? 18. ക്ലിയർ ആണല്ലോ. ഇനി ബ്ലോക്കുകൾ, എത്ര ബ്ലോക്കുകളുണ്ട്? 4 ബ്ലോക്കുകളുണ്ട്. എസ് ബ്ലോക്ക്,
പി ബ്ലോക്ക്, ഡി ബ്ലോക്ക്, എഫ് ബ്ലോക്ക്, 4 ബ്ലോക്കുകൾ. എസ് ബ്ലോക്ക് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ഗ്രൂപ്പ് 1നെയും 2നെയും ചേർത്ത് വിളിക്കുന്ന പേരാണ് എസ് ബ്ലോക്ക് എലമെൻറ്റ്സ്. പി ബ്ലോക്ക് എന്ന് പറയുന്നത് ഗ്രൂപ്പ് 13 മുതൽ 18 വരെയുള്ള എലമെൻസിനെ ചേർത്ത് വിളിക്കുന്ന പേരാണ് പി ബ്ലോക്ക്. ഡി ബ്ലോക്ക് എന്ന് പറയുന്നത് ഗ്രൂപ്പ് എത്രയൊക്കെ 3 മുതൽ 12 വരെയുള്ളതിനെയാണ് ഡി ബ്ലോക്ക് എന്ന് പറയുന്നത്. എഫ് ബ്ലോക്ക് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ലാന്തനൈഡുകളും ആക്റ്റിനൈഡുകളും. ലാന്തനൈഡ്സ് ആൻഡ് ആക്റ്റിനൈഡ്സ്, ലാന്തനൈഡുകളെയും ആക്റ്റിനൈഡുകളെയും ചേർത്ത് വിളിക്കുന്ന പേരാണ് എഫ് ബ്ലോക്ക് എലമെൻറ്റ്സ് എന്നറിയപ്പെടുന്നത്. എഫ് ബ്ലോക്ക് എലമെൻറ്റ്സ് എന്നറിയപ്പെടുന്നു. ക്ലിയർ ആണല്ലോ? ഈ പറഞ്ഞ കാര്യം ക്ലിയർ ആണ്. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഇനി അടുത്ത് പറയുന്ന കാര്യം എസ് ബ്ലോക്ക് എലമെൻസിൻ്റെ കാര്യം പറഞ്ഞു. എസ് ബ്ലോക്കിനെയും പി ബ്ലോക്കിനെയും കൂടെ ചേർത്ത് വിളിക്കുന്ന പേരാണ് റെപ്രസെൻറ്റേറ്റീവ് എലമെൻറ്റ്സ്. അപ്പോൾ ചോദ്യം പലതരത്തിലായിരിക്കും ചോദിക്കുന്നത്. റെപ്രസെൻറ്റേറ്റീവ് എലമെൻറ്റ്സ് കൺസിസ്റ്റ് ഓഫ്, ഓപ്ഷനിൽ എസ് ഒള്ളി, പി ഒള്ളി, എസ് ആൻഡ് പി, ഡി ബ്ലോക്ക്, ഇങ്ങനെ പല ഓപ്ഷൻസ് വരും. അതുകൊണ്ട് എസ് ബ്ലോക്കിനെയും പി ബ്ലോക്കിനെയും ചേർത്ത് വിളിക്കുന്ന പേരാണ് റെപ്രസെൻറ്റേറ്റീവ് എലമെൻറ്റ്സ് എന്ന് വിളിക്കുന്നു. ഇനിയും ഡി ബ്ലോക്ക് എലമെൻറ്റ്സിനെ വിളിക്കുന്ന പേരാണ് ട്രാൻസിഷൻ എലമെൻറ്റ്സ്. ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്നറിയപ്പെടുന്നു. ഡി ബ്ലോക്ക് എലമെൻറ്റ്സിനെ അറിയപ്പെടുന്ന പേരാണ് ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്നറിയപ്പെടുന്നു. അതുപോലെ എഫ് ബ്ലോക്ക് എലമെൻറ്റ്സിനെ അറിയപ്പെടുന്ന പേരാണ് ഇന്നർ ട്രാൻസിഷൻ എലമെൻറ്റ്സ്. ഈ ഒരു നെയിമിംഗ് കൂടെ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചോളാം. എസിനെയും പിയെയും ചേർത്ത് വിളിക്കുന്ന പേര് റെപ്രസെൻറ്റേറ്റീവ് എലമെൻറ്റ്സ് എന്നും, ഡി ബ്ലോക്ക് എലമെൻറ്റ്സിനെ അറിയപ്പെടുന്ന പേര് ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്നും, എഫ് ബ്ലോക്ക് എലമെൻറ്റ്സിനെ അറിയപ്പെടുന്ന പേര് ഇന്നർ ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്നുമാണ്. ജസ്റ്റ് നോമൻക്ലേച്ചർ, ഇതിൻ്റെ നെയിം അറിഞ്ഞിരിക്കുക. അപ്പോൾ അങ്ങനെ അറിഞ്ഞാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പല ചോദ്യങ്ങളും തിരിച്ചും മറിച്ചുമൊക്കെ ചോദിക്കാം. ഒരു കാര്യം കൂടി ഇതിനോട് ചേർത്ത് പറയട്ടെ. RRB NTPCയുടെ ഓൺലൈൻ കോഴ്സ് ദിശ അക്കാഡമിയുടെ ദിശ ലേണിംഗ് ആപ്പിൽ പുതുതായിട്ട് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ലൈവ് ഇൻട്രാക്റ്റീവ് ക്ലാസ്സുകളായിട്ടാണ് ആപ്പിൽ പോകുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ക്ലാസ്സിലുള്ള ഡെമോ ക്ലാസ്സസും അതിൽ അവൈലബിൾ ആയിട്ടുള്ള റെക്കോർഡഡ് ക്ലാസ്സും ഒക്കെ കാണാം. ക്ലാസ്സസ് മാത്രമല്ല, നിങ്ങൾക്ക് മെൻറ്റർ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മെറ്റീരിയൽസ് നിങ്ങൾക്ക് വേണ്ട കംപ്ലീറ്റ് പാക്കേജ് ആയിട്ടാണ് ഈ ഒരു ഓൺലൈൻ കോഴ്സ് വരുന്നത്. എന്തെങ്കിലും സംശയമുള്ളവർക്ക് ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ഡീറ്റെയിൽസ് എടുക്കാവുന്നതാണ്. ഓക്കെ, അടുത്തത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടെ പറയട്ടെ. നേരത്തെ പറഞ്ഞ കാര്യമാണ്. ആദ്യം പറഞ്ഞു റെപ്രസെൻറ്റേറ്റീവ് എലമെൻറ്റ്സ്. എന്തൊക്കെ ചേരുന്നതാണ് റെപ്രസെൻറ്റേറ്റീവ് എലമെൻറ്റ്സ് എന്ന് പറയുന്നത്? റെപ്രസെൻറ്റേറ്റീവ് എലമെൻറ്റ്സ് എന്തൊക്കെ ചേരുന്നതാണ്? എസ് ബ്ലോക്കിനെയും പി ബ്ലോക്കിനെയും കൂടെ ചേർത്താണ് റെപ്രസെൻറ്റേറ്റീവ് എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഏതാ? ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് ആണ് ട്രാൻസിഷൻ എലമെൻറ്റ്സ്. ഇന്നർ ട്രാൻസിഷൻ എലമെൻറ്റ്സ് ഏത് എലമെൻറ്റ്സാ? എഫ് ബ്ലോക്ക് എലമെൻറ്റ്സ് ആണ് ഇന്നർ ട്രാൻസിഷൻ എലമെൻറ്റ്സ്. അതുപോലെ എഫ് ബ്ലോക്ക് എലമെൻറ്റ്സ് പറഞ്ഞപ്പോഴാണ് നമ്മൾ ലാന്തനൈഡുകളും ആക്റ്റിനൈഡ്സും ചേരുന്നതാണ് എഫ് ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന് പറഞ്ഞു. ലാന്തനൈഡുകളും ആക്റ്റിനൈഡുകളും ചേരുന്നതാണ്. അപ്പം ലാന്തനൈഡ്സ് എന്ന് പറയുന്ന അറ്റോമിക് നമ്പർ 57 മുതൽ 71 വരെയുള്ള എലമെൻറ്റ്സ്. അറ്റോമിക് നമ്പർ 57 മുതൽ 71 വരെ. ലന്താനം എന്ന് പറയുന്ന എലമെൻറ്റിൽ തുടങ്ങി. ലന്താനം, അതുകൊണ്ട് ലാന്തനൈഡ്സ് എന്ന പേര് വന്നു. ലാന്താനം എന്ന് പറയുന്ന എലമെൻറ്റ്സിൽ തുടങ്ങി 57ാമത്തെ അറ്റോമിക് നമ്പർ മുതൽ 71ാമത്തെ അറ്റോമിക് നമ്പർ വരെയുള്ള എലമെൻറ്റുകളെയാണ് എന്ത് വിളിക്കുന്നത്? ലാന്തനൈഡുകൾ എന്ന് വിളിക്കുന്നത്. അതുപോലെ ആക്റ്റിനൈഡുകൾ എന്ന് പറഞ്ഞാൽ 89ാമത്തെ എലമെൻ്റായ ആക്ടീനിയത്തിൽ തുടങ്ങി ഉള്ള എലമെൻറ്റ്സ് ആണ്. 89 മുതൽ ആക്ടീനിയം എന്ന് പറയുന്ന എലമെൻറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് 89ാമത്തെ എലമെൻറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് 103 വരെയുള്ള എലമെൻറ്റ്സിനെ വിളിക്കുന്ന പേരാണ് ആക്റ്റിനൈഡുകൾ. ഈ നമ്പർ ഉൾപ്പെടെ ഓർത്ത് വെച്ചോളുക, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇത് ചിലപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു കാര്യമാണ് അടുത്തത് ട്രെൻഡ്സ് ഇൻ പീരിയോഡിക് ടേബിൾ ആണ് ഞാൻ പറയാൻ പോകുന്നത്. എന്താണ് ട്രെൻഡ്സ് ഇൻ പീരിയോഡിക് ടേബിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? പീരിയോഡിക് ടേബിളിൽ ചില ക്യാരക്ടറിസ്റ്റിക്സ് എങ്ങനെ വേരി ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലാക്കാനാണ് ഇവിടെ പറയുന്ന. പീരിയോഡിക് ടേബിളിൽ നമ്മൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ ആറ്റത്തിൻ്റെ സൈസിന് എന്ത് സംഭവിക്കും? അറ്റോമിക് സൈസിന് എന്ത് സംഭവിക്കും? അല്ലെങ്കിൽ
ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ ഇലക്ട്രോ നെഗറ്റിവിറ്റിക്ക് എന്ത് സംഭവിക്കും, മെറ്റാലിക് ക്യാരക്ടറിന് എന്ത് സംഭവിക്കും, ഇങ്ങനെയുള്ള പല കാര്യങ്ങളുമാണ് നമ്മൾ ഈ പീരിയോഡിക് ടേബിളിലുള്ള ട്രെൻഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പം അറ്റോമിക് സൈസിന് എന്ത് സംഭവിക്കും, ഇലക്ട്രോ നെഗറ്റിവിറ്റിക്ക് എന്ത് സംഭവിക്കും, അങ്ങനെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ പറയുന്നു. അറ്റോമിക് സൈസിന് എന്ത് സംഭവിക്കും, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ത് സംഭവിക്കും, ഇലക്ട്രോ നെഗറ്റിവിറ്റിക്ക് എന്ത് സംഭവിക്കും, ഇലക്ട്രോ പോസിറ്റിവിറ്റിക്ക് എന്ത് സംഭവിക്കും, മെറ്റാലിക് ക്യാരക്ടറിന് എന്ത് സംഭവിക്കും, ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് നോക്കുന്നത്. ആദ്യം എഴുതി വെച്ചിരിക്കുന്നത് ടോപ്പ് ടു ബോട്ടം എന്ത് സംഭവിക്കും എന്നുള്ളത് അല്ലേ. മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ ടോപ്പ് ടു ബോട്ടം സംഭവിക്കുമ്പോൾ, അതായത് പീരിയോഡിക് ടേബിളിൽ ടോപ്പ് ടു ബോട്ടം മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ അറ്റോമിക് സൈസിന് എന്ത് സംഭവിക്കുന്നു, മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ അറ്റോമിക് സൈസ് ഇൻക്രീസ് ചെയ്യുന്നോ ഡിക്രീസ് ചെയ്യുന്നോ, ടോപ്പ് ടു ബോട്ടം ആവുമ്പോൾ അറ്റോമിക് സൈസ് ഇൻക്രീസ് ചെയ്യുന്നു. അതായത് പീരിയോഡിക് ടേബിളിൽ ഒരു ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുന്തോറും അറ്റോമിക് സൈസ് ഇൻക്രീസസ് നോട്ട് ചെയ്ത് വെച്ചോളുക, ഇൻക്രീസസ്. അതേസമയം ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് ഒരു ഗ്രൂപ്പിൽ ഒരു പീരീഡിൽ വരുമ്പം ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് വരുമ്പം അറ്റോമിക് സൈസ് ഡിക്രീസ് ചെയ്യുകയാണ്, കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് പല റീസൺസ് ഉണ്ട്, കാരണങ്ങളുണ്ട്. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഒരേ ഷെല്ലിൽ തന്നെ ആഡപ്പ് ചെയ്യുമ്പം അതിൻ്റെ സൈസ് ചുരുങ്ങും. അപ്പോൾ ഇതിൻ്റെ ബേസിക്സ് അറിയാത്ത ആൾക്കാർ ജസ്റ്റ് കാണാതെ പഠിച്ചോളുക. ടോപ്പ് ടു ബോട്ടം മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പം അറ്റോമിക് സൈസ് ഇൻക്രീസ് ചെയ്യുന്നു, ലെഫ്റ്റ് ടു റൈറ്റ് ആകുമ്പോൾ അറ്റോമിക് സൈസ് ഡിക്രീസ് ചെയ്യുന്നു. ഇനിയും രണ്ടാമത്തെ ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് വെച്ചാൽ എന്താ, ടെൻഡൻസി ടു ഗെയിൻ ഇലക്ട്രോൺസിനെ അക്സെപ്റ്റ് ചെയ്യാനുള്ള ടെൻഡൻസിയെയാണ് നമ്മൾ ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത്. ഗെയിൻ ഇലക്ട്രോൺസിനെ ഗെയിൻ ചെയ്യാനുള്ള ടെൻഡൻസി. ഇത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ എന്ത് സംഭവിക്കുന്നു, ടോപ്പ് ടു ബോട്ടം എന്ത് സംഭവിക്കുന്നു. ഇലക്ട്രോ നെഗറ്റിവിറ്റി എപ്പോഴും ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് ആദ്യം പറഞ്ഞതിൻ്റെ ഓപ്പോസിറ്റാണ്. ലെഫ്റ്റ് ടു റൈറ്റ് പോകുമ്പോൾ ഇൻക്രീസ് ചെയ്യും, ടോപ്പ് ടു ബോട്ടം വരുമ്പം ഡിക്രീസ് ചെയ്യുകയും ചെയ്യും. അതിന് പല റീസണുകളുണ്ട്. ആ റീസൺസിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല. ജസ്റ്റ് ആ ട്രെൻഡ്സ് മാത്രമേ ഞാനിപ്പോൾ പറഞ്ഞു പോകുന്നുള്ളൂ, കുറച്ച് കാര്യങ്ങൾ കവർ ചെയ്യാൻ വേണ്ടി. ഓക്കെ, ഇനി അടുത്ത ഇലക്ട്രോ പോസിറ്റിവിറ്റി എന്ന് വെച്ചാൽ ടെൻഡൻസി ടു ലൂസ് ഇലക്ട്രോൺസിനെ നഷ്ടപ്പെടുത്താനുള്ള ടെൻഡൻസിയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഇലക്ട്രോ പോസിറ്റിവിറ്റി എന്ന് പറയുന്നത്. ഇലക്ട്രോ നെഗറ്റിവിറ്റിയുടെ ഓപ്പോസിറ്റ് ആണ് ഇലക്ട്രോ പോസിറ്റിവിറ്റി അല്ലേ. ഗെയിൻ ചെയ്യാനുള്ള ടെൻഡൻസി ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് വിളിച്ചു, ലൂസ് ചെയ്യാനുള്ള ടെൻഡൻസിയെ നമ്മൾ ഇലക്ട്രോ പോസിറ്റിവിറ്റി എന്ന് വിളിച്ചു. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആണെന്ന് കരുതുക. ഇലക്ട്രോ പോസിറ്റിവിറ്റി ലെഫ്റ്റ് ടോപ്പ് ടു ബോട്ടം ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്, അതേസമയം ലെഫ്റ്റ് ടു റൈറ്റ് ഡിക്രീസ് ചെയ്യും. അതായത് ഇലക്ട്രോ നെഗറ്റിവിറ്റിയുടെ ഓപ്പോസിറ്റ് ആണ് എന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. ഇനി നാലാമത്തെ ക്യാരക്ടറിസ്റ്റിക് മെറ്റാലിക് ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്ത് തന്നെയാണ്, ഇലക്ട്രോ പോസിറ്റിവിറ്റി തന്നെയാണ് മെറ്റാലിക് ക്യാരക്ടർ എന്ന് വെച്ചാൽ ഇലക്ട്രോ പോസിറ്റിവിറ്റി തന്നെ. ഇത് രണ്ടും സെയിം ആണെന്ന് കൺസിഡർ ചെയ്യുക. സോ അത് ടോപ്പ് ടു ബോട്ടം ഇൻക്രീസസ്, ലെഫ്റ്റ് ടു റൈറ്റ് ഡിക്രീസസ്. ഇതാണ് മേജറായിട്ട് നമ്മൾ പഠിക്കേണ്ട ട്രെൻഡ്സ് ഇൻ പീരിയോഡിക് ടേബിൾ. ഇതിൻ്റെ റീസൺസും കാര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് ചെറിയൊരു സമയം കൊണ്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ കാര്യങ്ങളിലൂടെ മാത്രമാണ് പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സസ് നമുക്ക് ഇത് വളരെ കുറച്ച് സമയം കൊണ്ട് കവർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം എന്നുള്ളവർ നമ്മുടെ കോഴ്സസ് എടുത്ത് മാക്സിമം ക്ലാസ്സുകൾ എടുത്ത് പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ട്രെൻഡ്സ് ഇൻ പീരിയോഡിക് ടേബിൾ നമ്മൾ ജസ്റ്റ് പറഞ്ഞു വെച്ചു. ഇത് നോട്ട് ചെയ്ത് തന്നെ വെച്ചോളൂ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇനി നമുക്ക് അടുത്ത പഠിക്കാനുള്ളത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ്റെ കാര്യമാണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അതായത് ഒരു എലമെൻറ്റിന് ഇലക്ട്രോൺസിൻ്റെ പ്രസൻസ് അനുസരിച്ചിട്ട് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഉണ്ട്, ഇലക്ട്രോൺസിനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഒരുവിധം ബേസ് ഉള്ള ആളുകളെ സംബന്ധിച്ച് വളരെ എളുപ്പമാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ മനസ്സിലാക്കാൻ. അപ്പോൾ എന്തുകൊണ്ടാണ് ആദ്യത്തെ ഈ ഒരു ഫസ്റ്റ് ഗ്രൂപ്പ് അല്ലെങ്കിൽ ഫസ്റ്റ് ഗ്രൂപ്പ് 1നെയും ഗ്രൂപ്പ് 2നെയും ചേർത്ത് നമ്മൾ എസ് ബ്ലോക്ക് എന്ന് വിളിച്ചത് എന്ന് ചിലപ്പം ചിലർക്കെങ്കിലും സംശയം ഉണ്ടാകും. എന്താണ് കാരണം എന്ന് വെച്ചാൽ ഈ രണ്ട് ഗ്രൂപ്പിലുമുള്ള എലമെൻസിൻ്റെ ലാസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോൺ ഫില്ല് ചെയ്യുന്നത് എസ് ഓർബിറ്റലിലാണ്. അതുകൊണ്ടാണ് ഇതിനെ എസ് ബ്ലോക്ക് എന്ന് വിളിച്ചത്. നമുക്കതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ്റെ ഒരു ഫിഗർ കാണുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇങ്ങനെ ആയിരിക്കും അതിനെ അറേഞ്ച് ചെയ്യാൻ പറ്റുന്നത്. അതായത് ആദ്യത്തെ ഇലക്ട്രോണിൻ്റെ കോൺഫിഗറേഷൻ 1s1 ആണ്. അതുപോലെ ഹീലിയത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 ആണ്. രണ്ടാമത്തെ ഇലക്ട്രോൺ വരുമ്പോൾ ലാസ്റ്റ് ഇലക്ട്രോൺ ഫില്ല് ചെയ്യുന്നത് ഇവിടെ 2s1ലാണ് അവസാനത്തെ ഇലക്ട്രോൺ ഫില്ല് ചെയ്യുന്നത്. ഇത് ലിഥിയം എന്ന് പറയുന്ന എലമെൻറ്റാണ്.
അത് കഴിഞ്ഞിട്ട് ബെറീലിയം വരുമ്പോൾ 2s2 എന്ന് പറയുന്ന ഇലക്ട്രോണിലാണ് ഇത് ഫില്ലായി തീരുന്നത്. ഇവിടെ അതിൻ്റെ തൊട്ട് താഴെ വരുമ്പോൾ 3s1 ഇവിടെ ഫില്ല് ചെയ്യുന്നത്, ഇവിടെ 3s2. ഇവിടെ 4s1 ഫില്ല് ചെയ്യുന്നത്, 4s2. ഇവിടെ 5s1 ഫില്ല് ചെയ്യുന്നത്, 5s2 ഫില്ല് ചെയ്യും. ഇതുപോലെ അടുത്ത ബ്ലോക്ക് വരുമ്പോൾ ഇത് എസ് ബ്ലോക്കിൻ്റെ കേസ് പറഞ്ഞു. എസ് ബ്ലോക്കിൻ്റെ കേസിൽ അവസാനത്തെ ഇലക്ട്രോൺ, ലാസ്റ്റ് ഇലക്ട്രോൺ, ആ എലമെൻറ്റിൻ്റെ ലാസ്റ്റ് ഇലക്ട്രോൺ ഫില്ലാവുന്നത് എസ് ഓർബിറ്റലിലാണ് എന്നുള്ളത് കൊണ്ടാണ് നമ്മളതിനെ എസ് ഓർബിറ്റൽ എന്ന് വിളിച്ചത്. അതേസമയം ഇവിടെ ഡി ഓർബിറ്റൽ എന്നതിന് പേര് വിളിച്ചു. അതായത് 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പിനെ നമ്മൾ ഡി ഓർബിറ്റൽ എന്ന് വിളിച്ചു. അതിന് കാരണം എന്താ? കാരണം ഇവിടുത്തെ ഓരോ ഗ്രൂപ്പിലെയും ഓരോയിടത്തെയും എലമെൻസിനെ നോക്കിയാൽ ലാസ്റ്റ് ഇലക്ട്രോൺ ഫില്ല് ചെയ്യുന്ന ഡി ഓർബിറ്റലിൽ ഇവിടെ 3d1, ഇവിടെ 3d2, ഇവിടെ 3d3, 3d4, 3d5 അപ് ടു 3d10 വരെ പോകും. അപ്പോൾ അവസാനത്തെ ഇലക്ട്രോൺ ഫില്ല് ചെയ്യുന്നത് ഏത് ഓർബിറ്റൽ, DSP-DF എന്ന് പറയുന്ന ഓർബിറ്റലുകളുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു നെയിം വന്നത്. ഇവിടെ ആകുമ്പോൾ എന്ത് വരും? 2p1, 2p2, 2p3 അപ് ടു 2p6 വരെയുള്ള ഓർബിറ്റൽ അറേഞ്ച്മെൻ്റ് ആണുള്ളത്. ഇവിടെ ആകുമ്പോൾ ഇത് 4f1, 4f2 എന്ന് പറഞ്ഞാണ് ഇവിടുത്തെ ലാസ്റ്റ് ഇലക്ട്രോണിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇത് ബേസിക്സ് അറിയില്ല, കൺഫ്യൂഷൻ ഉള്ളവർ ഈ ഒരു ചാപ്റ്റർ അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്തെ പറ്റി അന്വേഷിച്ച് വലിയ കൺഫ്യൂഷൻ ഉണ്ടാക്കണ്ട. ഇത് പറഞ്ഞത് വെച്ചിട്ട് ഇതിനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ ട്രിക്ക് ഉണ്ട്. ആ ട്രിക്ക് വെച്ച് പഠിച്ചു വെച്ചാലും മതി. ഇത് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ ലീവ് ചെയ്തോളുക. ഇനി അടുത്തത് ഗ്രൂപ്പ് 1. നമ്മൾ പറഞ്ഞു 18 ഗ്രൂപ്പുകളുണ്ട്. ഈ 18 ഗ്രൂപ്പുകളുടെയും പേരും കൂടെ നമ്മളൊന്ന് പറയാൻ പോവാണ്. ഒന്നാമത്തെ ഗ്രൂപ്പ് 1 എലമെൻസിനെ അറിയപ്പെടുന്ന പേരാണ് ആൽക്കലി മെറ്റൽസ്. ആൽക്കലി മെറ്റൽസ് എന്നാണ് ഗ്രൂപ്പ് 1 എലമെൻസ് അറിയപ്പെടുന്നത്. ഇനി ഗ്രൂപ്പ് 2 എലമെൻസിനെ അറിയപ്പെടുന്ന പേരെന്താണെന്ന് ചോദിച്ചാൽ ഗ്രൂപ്പ് 2 എലമെൻസ് അറിയപ്പെടുന്ന പേരാണ് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്. ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് എന്നാണ് ഗ്രൂപ്പ് 2 എലമെൻസിനെ അറിയപ്പെടുന്നത്. ചോദ്യം ചോദിക്കും, വിച്ച് ഗ്രൂപ്പ് എലമെൻസ് ആർ നോൺ ആസ് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്, വിച്ച് ഗ്രൂപ്പ് എലമെൻസ് ആർ നോൺ ആസ് ഹാലോജൻസ്, വിച്ച് ഗ്രൂപ്പ് എലമെൻസ് ആർ നോൺ ആസ് കാർബൺ ഫാമിലി എന്നൊക്കെ ചോദ്യം ചോദിക്കാം. അപ്പോൾ നമ്മുടെ ഉത്തരം കറക്റ്റ് ആവാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും ഗ്രൂപ്പുകളുടെ അതർ നെയിംസ് പറയുന്നത്. ഇനി ഗ്രൂപ്പ് 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പ്സിനെ വിളിക്കുന്ന പേരാണ് ട്രാൻസിഷൻ എലമെൻസ്. ട്രാൻസിഷൻ എലമെൻസ് അല്ലെങ്കിൽ നമ്മൾ അതിനെ ഡി ബ്ലോക്ക് എലമെൻസ് എന്നാണ് വിളിക്കുന്നത് അല്ലേ, ഡി ബ്ലോക്ക് എലമെൻസ് എന്ന് വിളിക്കുന്നു. ഇനി 13ാമത്തെ ഗ്രൂപ്പ് 13നെ അറിയപ്പെടുന്ന പേരെന്താണ്? 13ാമത്തെ ഗ്രൂപ്പിനെ അറിയപ്പെടുന്ന പേരാണ് ബോറോൺ ഫാമിലി എന്നറിയപ്പെടുന്നു. അല്ലെങ്കിൽ ഇതിനെ തന്നെയാണ് എർത്ത് ഫാമിലി എന്നറിയപ്പെടുന്നത്. ബോറോൺ ഫാമിലി എന്നും എർത്ത് ഫാമിലി എന്നും അറിയപ്പെടുന്ന ഗ്രൂപ്പാണ് ഗ്രൂപ്പ് 13. ഗ്രൂപ്പ് 14ന്റെ പേരാണ് കാർബൺ ഫാമിലി. കാരണം ആ ഗ്രൂപ്പിലെ ആദ്യത്തെ എലമെന്റ് കാർബൺ ആയതുകൊണ്ടാണ് കാർബൺ ഫാമിലി എന്നറിയപ്പെടുന്നത്. ഇതിൻ്റെ അതർ നെയിമാണ് ഓർഗാനോജൻസ് എന്നറിയപ്പെടുന്ന ഗ്രൂപ്പാണ് ഗ്രൂപ്പ് 14. ഓർഗാനോജൻസ് എന്നറിയപ്പെടുന്നു. ഗ്രൂപ്പ് 15നെ അറിയപ്പെടുന്ന പേരാണ് നൈട്രജൻ ഫാമിലി അല്ലെങ്കിൽ അതിനെ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് നിക്ടോജൻസ്. പി സൈലന്റ് ആണ്. നിക്ടോജൻസ് എന്നറിയപ്പെടുന്ന ഗ്രൂപ്പാണ് ഗ്രൂപ്പ് 15. ഗ്രൂപ്പ് 16നെ അറിയപ്പെടുന്ന പേരാണ് ഓക്സിജൻ ഫാമിലി എന്നറിയപ്പെടുന്നു. ഗ്രൂപ്പ് 16 ഓക്സിജൻ ഫാമിലി എന്നറിയപ്പെടുന്നു. ഇതിനെ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ചാൽക്കോജൻസ് എന്നറിയപ്പെടുന്നത് ഗ്രൂപ്പ് 16 ആണ്. ഇനി ഗ്രൂപ്പ് 17നെ അറിയപ്പെടുന്ന പേരാണ് ഹാലോജൻസ് എന്നറിയപ്പെടുന്നത് ഗ്രൂപ്പ് 17. ഗ്രൂപ്പ് 18നെ അറിയപ്പെടുന്ന പേരാണ് നോബിൾ ഗ്യാസസ് അല്ലെങ്കിൽ റെയർ ഗ്യാസസ്, അതുമല്ലെങ്കിൽ ഇനേർട്ട് ഗ്യാസസ് എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്നതാണ് ഗ്രൂപ്പ് 18. ക്ലിയർ ആയോ? അപ്പോൾ ഗ്രൂപ്പ് 1 ആൽക്കലി മെറ്റൽസ്, ഗ്രൂപ്പ് 2 ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്, ഗ്രൂപ്പ് 3 to 12 ട്രാൻസിഷൻ എലമെന്റ്സ് അല്ലെങ്കിൽ ഡി ബ്ലോക്ക് എലമെന്റ്സ്, ഗ്രൂപ്പ് 13 ബോറോൺ ഫാമിലി, 14 കാർബൺ ഫാമിലി, 15 നൈട്രജൻ ഫാമിലി, 16 ഓക്സിജൻ ഫാമിലി, 17 ഹാലോജൻസ്, 18 നോബിൾ ഗ്യാസസ് അല്ലെങ്കിൽ റെയർ ഗ്യാസസ്, അതുമല്ലെങ്കിൽ ഇനേർട്ട് ഗ്യാസസ് എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പോൾ ഗ്രൂപ്പുകളുടെ പേരുകളാണ് നമ്മളിപ്പോൾ ക്ലിയർലി ഇവിടെ പഠിച്ചത്. ഇനി നമുക്ക് പഠിക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഓരോ ഗ്രൂപ്പിലും ഉൾപ്പെടുന്ന എലമെൻറ്റുകൾ ഏതൊക്കെയാണ്, അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് നമുക്ക് അടുത്തതായിട്ട് ആക്ച്വലി ഇതിനകത്ത് പഠിക്കാനുള്ളത്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്ന അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ നിങ്ങൾ ഈ പഠിപ്പിച്ച കാര്യങ്ങൾ ക്ലിയർലി ഒന്ന് ഓർത്ത് പഠിച്ചു വെച്ചാൽ മാത്രമേ ഇതിൻ്റെ മുകളിൽ അടുത്ത കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു പോകാൻ പറ്റൂ.
അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ ഈ ക്ലാസ് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ കുറച്ച് ടഫാണ്, അല്ലെങ്കിൽ ഇത് എനിക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല, സ്പീഡ് കൂടുതലാണ് എന്നുള്ള ഫീഡ്ബാക്കുകൾ ഉണ്ടെങ്കിൽ അത് മസ്റ്റായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ സജഷൻസ് ഇൻക്ലൂഡ് ചെയ്ത് തന്നെ ക്ലാസ്സസ് ഇനി മുന്നോട്ട് പോകുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.